അത് കഴിക്കണ്ടേ? എന്നിട്ടല്ലേ ഇത്? ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. ചായ കൂടി കഴിഞ്ഞു ഞങ്ങളുടെ കേട്ടോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വ്ലോഗ് എടുക്കാന്നുള്ളൊരു തോന്നൽ അപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ പിന്നെ നമ്മളൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ചെമ്മീനുണ്ട് കിട്ടിയിട്ട്. അപ്പൊ നമുക്കിത് വേഗം റെഡി ആക്കിയിട്ട് ഉച്ചയൂണിന്റെ പരിപാടി അങ്ങോട്ട് നോക്കാം. കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി അധികം സമയം എടുക്കും. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ ഹലോ ഹലോ, അങ്ങോട്ട് പോ. അവിടെ വറുത്ത മീനും ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പോ പോ പോ. ഞാൻ മീൻ ഉണ്ടാക്കട്ടെ. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഇരിക്കണം കേട്ടോ. ചെമ്മീന് കൂന്തൽ ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ നെത്തോലില്ലേ, വെത്തള മീനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണ്ടേ. എന്നുണ്ടാക്കിയ ഈ സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനിയും അതിൻ്റെ ഒരു വേസ്റ്റ് ഒരുപാട് ഉണ്ടാവും. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. കഴുകി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കാം. ഇന്നത്തെ ഞാൻ അതിൻ്റെ തലയൊക്കെ എടുത്തു. 100 രൂപയുടെ മീനാ. ചെമ്മീന്റെ വില പോലും ഇല്ല. പൂച്ചയ്ക്ക് അത്രയും വേണ്ട. പൂച്ച മാങ്ങട്ട് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് മാങ്ങല്ലേ. മീൻ റെഡിയാച്ച എല്ലാം ഒതുക്കി വെച്ചോണ്ട് ചോറ് ലാസ്റ്റ് പോരെ. ഇനി എന്നാ ചെയ്യണം? നമുക്ക് വൈകുന്നേരം തിരുമ്പാട്ടാ. കൂർക്ക ഉണ്ടാക്കണം. ഓക്കെ, ഓക്കെ. ഇശി ദിവസമായി കൂർക്ക കൊണ്ടൊന്ന് വെച്ചിട്ട്. കുറച്ച് ദിവസമായിട്ട് കൂർക്ക കൊടുന്ന് വെച്ചിട്ട് അതന്നെ അതിൻ്റെ ഒരു നീരൊക്കെ പോയിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പച്ചപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരമൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് അടിച്ചപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ. മറ്റതില്ലേ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഈ കൂർക്ക ഇവിടെ ഉള്ളത് ഞാൻ അങ്ങോട്ട് മറന്നുപോയി ഗൈസ്. ഇല്ലെങ്കിൽ എനിക്കതെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എന്നാലും പിന്നെ കുറച്ച് നേരം മെനക്കെട്ട പരിപാടിക്ക് ശേഷം നമുക്ക് വേഗം കൂർക്ക. ഇത് എന്നെല്ലാം തന്നെ ലാഗ് അടിക്കുന്ന പരിപാടി. ഒന്ന് ചെമ്മീൻ ഉണ്ടാക്കുക, കൂർക്ക ഉണ്ടാക്കുക, ഇതൊക്കെ കുറച്ചധികം സമയം പോണ പരിപാടിയാണല്ലോ. എന്തായാലും വേണ്ടില്ല. കൂർക്കപ്പേരുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണം. കട്ടൻ ചായയും കൂർക്കപ്പേര് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കേസിൻ്റെ അച്ഛയ്ക്കുള്ള സമയത്ത് ചെറുതിലല്ലേ, ഞങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കൂർക്ക കിലോ കണക്കിന് ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ നമ്മുടെ പറമ്പിലല്ല, ചില ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ പറമ്പിൽ നട്ടുപിടിപ്പിക്കും. അപ്പോൾ അവിടുന്ന് മേടിക്കുമ്പോൾ കടയിക്കാട്ടിലും കുറച്ച് ലാഭമായിരിക്കും. അപ്പോൾ ഇങ്ങനെ തൂക്കത്തിൽ എടുക്കുമ്പോൾ അത് വന്ന് നമ്മളിങ്ങനെ കൂർക്കപ്പേരൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കും. മഴക്കാലത്തൊക്കെ അയ്യോൻ്റെ പൊന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം ഒരു 5-8 അത് അഞ്ചെണ്ണല്ലേ, ഒരു 3-4 നാശമായി ഉണ്ടായിരുന്നു. ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂർക്കൊക്കെ നേരാക്കി അവിടേക്ക് ഒന്ന് തുടച്ചതിൻ്റെ വേസ്റ്റ് ഇത് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, ആ വേസ്റ്റൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ചടപ്പ് തോന്നും, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമ്മുടെ കൂർക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിനി എന്താക്കാം, വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിങ്ങോട്ട് വേവണ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേ. അപ്പോൾ വേവാൻ കുറച്ച് പാടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങോട്ട് അടുപ്പിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ, സ്റ്റവിൻ്റെ മേലെ കയറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ബാക്കി പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിന് ഇത്തിരി വേവണം. ഞാൻ എന്താ വെച്ചാൽ കുക്കറിൽ ഇടണില്ല. കുക്കറിൽ നമുക്ക് ചോറ് വെക്കണം. ഇതങ്ങനെ ആ ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുക്കറിലാണെങ്കിൽ പിന്നെ 2 വിസിൽ ആകുമ്പോഴേക്കും നല്ലോണം കറക്റ്റ് വെന്ത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ പിന്നെ നമ്മുടെ ചോറാവാൻ കുറച്ച് പാടാവും. അപ്പോൾ അത് കാരണം ഇതിപ്പുറത്തും അപ്പുറത്ത് നമ്മുടെ ചോറും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചട്ടിയിൽ ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ 3-4 ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചട്ടിയോളാണ്. കുക്ക് ചെയ്യാൻ പറ്റിയതല്ല, നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പകത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കുഞ്ഞ് 2 പിന്നെ ഇതും, പിന്നെ നമുക്ക് കറി വെക്കുന്ന 2 ചട്ടിയോള്, മീൻ കറിയുടെ കുഞ്ഞൊരു ചട്ടി, അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കാര്യങ്ങളൊക്കെ മീനിലേക്കും നമ്മുടെ കൂർക്കയിലേക്കും ഒക്കത്തിനും വേണം. അപ്പോൾ നമ്മൾ രസമാണ് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളത് ഒഴിച്ചുകറിയായിട്ട്. കൂർക്കപ്പേരി കണ്ടെങ്കിൽ, ഉപ്പേരി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അത്
പുരട്ടി കഴിക്കും കേട്ടോ, പൊനച്ച് കഴിക്കും. എന്നുവെച്ചാൽ ഉപ്പേരി മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പിന്നെ രസം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി. അപ്പോൾ പിന്നെ ഏതായാലും ഒഴിച്ചുകറിയിട്ട് രസം അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇതിനൊക്കെയുള്ള വെളുത്തുള്ളിയും ചെറുള്ളിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 എണ്ണത്തിലേക്കും വേണം ചെറുള്ളിയൊക്കെ. മീനിലേക്കും വേണം, ഉപ്പേരി കുത്തി വറുത്തിടാനും വേണം, രസത്തിലേക്കും വേണം ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് ഒരൊറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം നമുക്കിനി അരി അടുപ്പത്തിടാൻ വേണ്ടി, കുക്കറിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിനുള്ള അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേർ വരുമ്പോൾ അവർക്ക് കഴിക്കേണ്ടി വരും. ഇനി രാത്രി മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഉഴുന്നരയ്ക്കാൻ, ദോശമാവ് അരയ്ക്കാൻ, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, മാവ് അരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അതിലേക്കും വേണം ഒരു പിടി. അപ്പോൾ അത് കാരണം ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി തികയില്ലെങ്കിൽ രാത്രിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളതാ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ അറിയോ, ഈ ഒരു കുക്കറിൻ്റെ അടപ്പിന് ചില സമയത്തൊരു കളി ഉണ്ടാവും, ഒരു ലൂസ് ആവലുണ്ടാവും. അപ്പോൾ പിന്നെ ഇത് അടയ്ക്കുന്ന സമയത്താവും ആ ലൂസ് ഇങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത് ഈ കത്തിയോണ്ട് ടൈറ്റാക്കലാണ് മിക്കതും പരിപാടി കേട്ടോ. അപ്പോൾ പൂജിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് അടച്ചിട്ട് പിന്നെ തുറക്കണ്ട, അത് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ല, അതിങ്ങനെ ചൂടായിട്ട് നമ്മൾ തുറക്കുമ്പോഴേ പാടുള്ളൂ. ഇപ്പം നമ്മൾ ചൂടാക്കിയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതില്ലെങ്കിൽ വിസിൽ വരില്ല, അതിൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലും വലിയ പാടല്ലേ എന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഇരുന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക. അത് കുറച്ച് നേരത്തെ മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് ഇനി മീൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും പെരുജീരകവും കൂടെ നമ്മൾ അങ്ങോട്ട് ചതയ്ക്കും. ഇത് മീൻ വറുക്കാനുള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചതച്ച് വെച്ചിട്ട് നമുക്ക് മീൻ മസാല ആക്കി വെച്ചാൽ അതിലേക്ക് ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചതപ്പ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ എടുത്തിട്ട് അതിനധികം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇടാന്ന് പറയാം അല്ലേ, ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരുജീരകം, ചെറുള്ളി പേസ്റ്റും പിന്നെ ഇച്ചിരി വിനാഗിരി കുറച്ച് മതി കേട്ടോ, ഒരു കുഞ്ഞൊരടപ്പിന് എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ട് ആ ഒരു മുട്ടി കഴുകി അതിൽ ഇഞ്ചിരി ഉണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാറുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എല്ലാം അത് ഉള്ളി മൂപ്പിച്ചിടണ ഉപ്പേരിയാണ്, കടുകും അതിനകത്ത് ഉള്ളിമുളകും കുത്തി ചതയ്ക്കണ ഉപ്പേരിയാണ് കൂടുതൽ ഇഷ്ടം. വറ്റൽമുളക് ഇല്ല കേട്ടോ. നമുക്ക് കൂർക്കുപ്പേരിക്കൊക്കെ നല്ലോണം ഉള്ളി കുത്തി ചതച്ച് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറുണ്ണാനോ കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ വൃത്ത കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ അതും അങ്ങോട്ട് ചതച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറായി അതിൻ്റെ ഇടയിൽ. ഇനി ചോറ് ഇങ്ങനെയാണ് ഞാൻ ഊറ്റുക. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിള്ളേർ, ചേച്ചി എങ്ങനെ ചോറ് വാർക്കാറ്? എനിക്ക് വാർക്കല്ല പിള്ളേരെ, ഇങ്ങനെ താഴെ ഒരു പാത്രം വെച്ചിട്ട് ഈ അരിപ്പല്ലേ ഇങ്ങനെ എന്താ ഈ ഓട്ടോട്ടപാത്രം എന്തതിന് പറയാം, അരിപ്പപാത്രം, നമ്മൾ ചോറ് ഊറ്റാനും ചിക്കനൊക്കെ കഴുകി വാർത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അതുപോലത്തെ ഒരു പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിൻ്റെ മേലെ കയറ്റി വെക്കുക. അതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ച് വെക്കും. അപ്പോൾ ആ ഒന്നിനോടൊന്നും ഒട്ടാണ്ട് ഞാൻ ചോറ് വിളമ്പുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് കുഴകി അളിപിളിയാവോ ഒന്നുമില്ല, കറക്റ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച പോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ആ കുക്കർ കൈയോടെ കഴുകി വെക്കുകയാണ്. വലിയ പാത്രങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇനി കഴുകാൻ വേണ്ടി ഒരുപാടാവും. അപ്പോൾ നമ്മുടെ രസത്തേക്കുള്ള കൂട്ടോളാണ്. ചെറിയ ജീരകം ഉണ്ട്, നമ്മുടെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ 2-3 ചെറുള്ളി, കുറച്ചധികം വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടെ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ളത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴാണ് മല്ലിപ്പൊടി അല്ല നമ്മുടെ വേപ്പില ഇട്ടിട്ടില്ല, വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഈ രസം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രസത്തിൻ്റെ അരപ്പ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. എന്താ പറയുക, കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പറയണ പോലെ തന്നെ പാടുപെടും. ഞാനിവിടെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കിനി നമ്മുടെ ഉപ്പേരി വറുത്തിട്ടിട്ട് മീൻ വറക്കാമെന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചു, എന്നിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി, വെളുത്തുള്ളി, കുറച്ച് വേപ്പിലയും കൂടെ എടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് വറുത്തിടാൻ നോക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൂർക്കല്ലേ അതും കൂടെ തട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കുപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലാക്കി വയ്ക്കുക. ഇത്തിരി വെള്ളത്തോട് കൂടെയാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ആ ഒരു വറുത്തിട്ടതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പറ്റട്ടെ. ആ സമയം കൊണ്ട് ഞാൻ പുളിവെള്ളം നമ്മുടെ രസത്തിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 നല്ല പഴുത്ത ഉണ്ടക്കം തക്കാളി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടി ഇടുകയാണ് ചെയ്യുക. അങ്ങനെ അരിഞ്ഞിടല്ല ചെയ്യുക. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഞെരടി ഇടുമ്പോൾ ആ രസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടെ ഞെരടി റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക്
നമ്മുടെ രസത്തേക്കുള്ള കടുക് പൊട്ടിച്ചു. കടുകിന് വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പച്ചമുളകില്ല അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരണ സമയത്ത് നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ അതങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നോക്കാം കേട്ടോ. പുളിവെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം വെട്ടി തിളച്ച് പുളി ഇങ്ങോട്ട് വെന്ത് വരണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇനി ബാക്കി മീൻ വറുക്കാനുള്ള പരിപാടി ഉപ്പേരി ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇനിയും കിടക്കുകയാണ്. ആവണേ ഉള്ളൂ. എനിക്കിന്ന് പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഷടേന്നനെ കാര്യങ്ങൾ നോക്കുന്നത്. നമുക്കറിയാം പുറത്ത് പോകേണ്ട കാര്യങ്ങൾ മുന്നേ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്നൊക്കെയുള്ള പോക്കാണെങ്കിൽ ഇല്ലേ ഒക്കെ അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാനിങ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലാക്കി വെന്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പാനിലൊന്ന് കഴുകിയിട്ട് നമുക്ക് അതിൽ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതൊക്കെ അടച്ച് വെച്ചു, ഉപ്പേരി ഒരു ഭാഗത്ത് വെച്ചു. പാനിൽ ചൂടായി, ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക, മീനിതാ പെറുക്കി ഇട്ട് കൊടുക്കുക. ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടാവില്ലേ, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടാവും. ചിലർക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇഷ്ടമുള്ളവരാണെങ്കിലും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരാണ്, പക്ഷേ അവർക്കത് കഴിക്കാൻ വേണ്ടി പറ്റില്ല, ഞണ്ട് ഇതൊക്കെ. അപ്പോൾ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ചെമ്മീൻ 100 രൂപയ്ക്ക് വാങ്ങിയാലും ഞാൻ പകുതി ഇപ്പം എടുത്ത് വെച്ചിട്ട് പകുതി അല്ല ഇത്തിരി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് നാളേക്ക് ഒരു നേരത്തിൽ എടുക്കാം, അല്ലെങ്കിൽ രാത്രി തികയില്ലെങ്കിൽ വറുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഞാനും പൂച്ചട്ടിയും മാത്രമേ ഉള്ളൂ, അത്രയൊന്നും മുഴുവൻ നമ്മൾ കഴിക്കില്ല. അപ്പോൾ അത് കണ്ണക്കുട്ടി വരുമ്പോഴേക്കും കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്കത് രാത്രിയിൽ വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. എന്നിട്ട് ഇനി ഇരിക്കുന്ന പാത്രങ്ങളില്ലേ അതങ്ങോട്ട് കയ്യോടെ ഈ ഒരു പാത്രം കഴുകൽ 1-2 ആയിട്ട് എപ്പോഴും. അപ്പം നമ്മുടെ വീട്ടിൽ മിക്കതും ഉണ്ടാവും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കഴുകുക എന്നുള്ളത്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും കൈവഴക്കുമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പാത്രം കഴുകണതും അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൂട്ടി വെക്കുന്നത് അതൊക്കെ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സമയം കൊണ്ട് എൻ്റെ പൂജട്ടി പറഞ്ഞു, ഞാൻ ഇനി അടിച്ചു വാരി തരാം, നമ്മൾ തുടച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യല്ല, അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നായിരുന്നു. വീഡിയോ എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ പരിപാടികൾ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ പരിപാടി 2 മണിക്കൂറൊക്കെ എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ ഒരാൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഉണ്ടാവും, ഞാൻ ചെയ്യുന്നത് അവൾക്ക് വീഡിയോ എടുത്ത് കൊടുക്കണുണ്ടോ. അപ്പോൾ അതുപോലെ ഒരാളുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. പൂജു അടിച്ചു വാരുകയാണ്. അപ്പോൾ അയ്യോ ഒരു മുടിയൊക്കെ എന്താ ഇങ്ങനെ, എന്ത് ചൂടാണെന്നറിയോ, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം അത് കാരണം എൻ്റെ പൂജട്ടി എനിക്ക് അടിച്ചു വാരത്തായിരുന്നു ഗൈസ്. ചൂടായതുകൊണ്ടല്ല, ഞാനിങ്ങനെ യൂത്തിൽ തന്നെ കാണാത്ത അങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ അവശയായല്ലോ. അപ്പോൾ ഞാൻ തുടയ്ക്കും. ഓക്കെ, ഇങ്ങനെ എല്ലാ പണികളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴല്ലേ എന്തെങ്കിലും ഒരാൾ ചെയ്തു തരുമ്പോൾ ഭയങ്കര ആശ്വാസമായിട്ട് തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാത്ത ദിവസങ്ങളിൽ. ചില ദിവസം എനിക്ക് ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്കിൻ്റെ പരിപാടികൾ ടപ്പേതന്നെ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും ഉറക്കവും റെഡിയല്ല. ഈ പുറത്ത് പോക്കും അലച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. BP കുറവാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വൈറ്റമിൻ ഡിയുടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഒരു 900-1000 രൂപയും കണ്ടെത്തിയാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ക്ഷീണവും കാര്യമൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ. ഗംഭീരായിരിക്കണോ, അടച്ചങ്ങ് വയ്ക്ക. പൂജട്ടി പറഞ്ഞ പോലെ അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും കൂടെ തിളയ്ക്കട്ടെ. നമ്മുടെ ആ ഒരു അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിള വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് പിച്ചിയിടാം. അങ്ങോട്ട് നുറുക്കി പെറുക്കി അങ്ങോട്ട് ഇടാം. അവിടെ മല്ലിച്ചപ്പ് എല്ലാവർക്കും ഇഷ്ടം. രസത്തേക്ക് പ്രത്യേകിച്ച് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ എന്ത് രസം എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ആക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം നോക്കണ്ട. നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സ്റ്റിച്ചിങ്ങും കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്തിട്ട് വേണം നമുക്കിനി പുറത്ത് പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രസമൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊക്കെ ഓരോ പാത്രങ്ങളിലാക്കി വെക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ പാത്രത്തിൽ ഈ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു പാത്രങ്ങളിൽ അത് ആക്കി വെച്ചാൽ ആ ഇരിക്കുന്നത് കാണാനും ഒരു ചന്താണ്, നമുക്ക് എടുക്കാനും എളുപ്പമാണ്, ഒക്കെ കൂടെ ഒരു വൃത്തിയായിട്ടും തോന്നും കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തതൊക്കെ അവിടെ ആ ടേബിളിൻ്റെ മുക്കിൽ അവിടെ കൊണ്ടുവയ്ക്കും. ഇവിടെയൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി തുടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ ചിലർ പെട്ടെന്ന് അങ്ങോട്ട് വരും ഉള്ളിലേക്ക്, എന്നിട്ട് വേഗം എവിടേക്കാണ് എത്തുകയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കില്ല അങ്ങോട്ട് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അലമ്പായി കിടക്കുന്ന ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ കിച്ചണിലൊക്കെയാണ് കയറണമെങ്കിൽ പോയി കാര്യം ഇപ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അതിനെ കിടക്കുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു. നമ്മുടെ കിച്ചൺ ടാബും
സ്റ്റൗവൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി. ഇനിയുണ്ട് പാത്രങ്ങൾ, ദാ ഒഴിച്ചു വെച്ചിരിക്കുന്ന വലിയ പാത്രങ്ങളില്ലേ, എൻ്റെ പൊന്നോ, അതും കൂടെ അങ്ങോട്ട് കഴുകി വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു വ്ളോഗിൽ എത്രാമത്തെ പ്രാവശ്യം പാത്രം കഴുകണമെന്ന് അറിയോ? അപ്പോൾ അതും കൂടെ കഴുകിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതല്ലാതെ നമുക്ക് വീഡിയോയിൽ വേറെ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കുന്ന ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പൂജിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിറ്റേ ദിവസം മെനക്കെട്ട് ട്രൈപോഡൊക്കെ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഞാൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തലേ ദിവസം രാത്രി എഡിറ്റ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കിടക്കാൻ ഞാൻ ചിലപ്പോൾ 3 മണിയൊക്കെ ആവും മക്കളെ. അപ്പോൾ അത് കാരണം എനിക്ക് രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല ചില ദിവസങ്ങളിൽ. അപ്പോൾ പിന്നെ എനിക്ക് രാവിലത്തെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ നീക്കണമല്ലോ ഒരു എനർജിയോട് കൂടിയിട്ട്. അതാണ് പ്രശ്നം എന്ന് പറയണത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ഓട്ടപ്പാച്ചിലുണ്ട്, അതിങ്ങോട്ട് കഴിയാൻ വേണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരണം. നിങ്ങൾ പറയണം കേട്ടോ, വീഡിയോസൊക്കെ നല്ലതാണോ, ക്ലാരിറ്റി ഉണ്ടോ, എന്താ ഏതാന്നുള്ളതൊക്കെ പിള്ളേർ പറയാറുണ്ട്, കണ്ടിട്ട് ഫ്രണ്ട്സ് പറയാറുണ്ട് നല്ലതാണെന്നൊക്കെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ. ഒരുപാട് സന്തോഷം കേൾക്കുമ്പോൾ. ഇനി ഞാൻ അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തുടച്ചെടുക്കട്ടെ. എപ്പോഴും നമ്മൾ വൈകിട്ടാണ് തുടയ്ക്കുക. ഇന്നിപ്പോൾ ഈ നട്ടുച്ചാകുമ്പോൾ തുടയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് പുറത്ത് പോകേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ വീട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി വിളക്ക് വെക്കുകയാണോ ചെയ്യുക, അത് അടിച്ചോരി തുടയ്ക്കുകയാണോ ചെയ്യുക എന്നുള്ള ടെൻഷനിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ടപ്പേന്ന് ആ പരിപാടിയും കൂടെ കഴിച്ചാൽ എവിടെ പോയി വരികയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഹാവൂ എന്നൊരു ഫീല് വരും. ഒന്ന് ബെഡിൽ പോയി ഒന്ന് ചായാൻ പറ്റും. മറ്റത് ആകെ കൂടെ അങ്ങോട്ട് തലപ്രാന്ത് പിടിക്കും. അപ്പോൾ എല്ലാ തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കുളി പാസ്സാക്കിയിട്ടുണ്ട്. തല നനച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി നൈറ്റ് നമുക്ക് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പോയി വന്നിട്ട് ഞാൻ തല നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തല നനച്ചിട്ടില്ല, മേല് കഴുകിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മുഖത്ത് വാരി പൊത്തണത് എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വാസലിനും നമ്മുടെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുറേ ആയി ഞാൻ യൂസ് ചെയ്യണു. നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെയാണ് ചെയ്യുക. ഇത് രണ്ടും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടണതാണ്. നമ്മുടെ ഈ മോയ്സ്ചറൈസർ ക്രീമൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് കാശാവും. നമുക്കതാണെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് എത്തൂല്ല. ഇതാണെങ്കിൽ നമുക്കൊരു മാസത്തോളം യൂസ് ചെയ്യാനുണ്ടാവും. അടിപൊളി റിസൾട്ടുമാണ്. നമുക്ക് അയ്യേ എന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്തും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഫീൽ കിട്ടും. നമുക്കൊരു സിറമൊക്കെ യൂസ് ചെയ്ത പോലെ ഒരു ഗ്ലോ ഒക്കെ കിട്ടും സ്കിന്നിന് കേട്ടോ. 1-2 ദിവസമല്ല, മാസങ്ങൾ ചെയ്യണം. എന്തും അങ്ങനെ തന്നെയാണ്. ഒരുപാട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തലയിലല്ല, മുഖത്തും കയ്യിലും കാലിലൊക്കെ വാരി തേച്ച് ഇനി മാവുണ്ണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിലും വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്കപ്പേരിയും നമ്മുടെ ചെമ്മീൻ വറുത്തതും മാങ്ങച്ചാറും ചീരപ്പേരി തലേ ദിവസത്തെ ആയിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചീര നീ നാശാക്കി കളയണ്ട, ചുമന്ന ചീരല്ലേ, ബ്ലഡിന് നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും കൂടെ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ചോറും രസവും എല്ലാം ഒഴിച്ചിട്ട് നമുക്കൊരു പിടി പിടിക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. പൂജിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിന്ന് കഴിക്കാൻ വേണ്ടി നല്ല ഉഷാറാണ്. ഇവരാരും ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉച്ചക്കത്തെ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഇവർ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉച്ചാകുമ്പോഴത്തെ ഫുഡ് കഴിക്കില്ല. പക്ഷെ എല്ലാവരും പറയണു ഞാൻ വണ്ണം വെച്ചു, തടി വെച്ചു എന്നൊക്കെ. അതിൻ്റെ ഇടയിൽ ഒന്നും മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വണ്ണം വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വല്ലാതെ ഫീൽ ചെയ്യണില്ല. ചിലർ കാണുമ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞു തടിച്ചിട്ടുണ്ട് എന്ന്, ഷാജേട്ടൻ പറഞ്ഞു തടിച്ചിട്ടുണ്ട് എന്ന്, അങ്ങനെയൊക്കെ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂജിറ്റിയുടെ ഫെയർവെല്ലിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാണ്. പൊന്നു മക്കളെ, ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെട്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഷോർട്സിലാക്കിയിട്ടിടാം. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കിടന്നിട്ടും ഉരുണ്ടിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റിലെ റിസൾട്ട് നിങ്ങൾ നോക്കണം. എനിക്ക് ഇങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ. എനിക്ക് ഇങ്ങനെ അളവെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ. പൂജിറ്റിയുടെ ഒരു ഫ്രണ്ടിനും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.